നിങ്ങളുടെ വിവാഹം ഇതുവരെ ശരിയായില്ലേ? ഇത് എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യമാണ്. നമസ്കാരം, എല്ലാവർക്കും നവഗ്രഹ സ്റ്റോർ സെന്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്താണ് ജാതകത്തിലെ വിവാഹം ഇത്ര വൈകുവാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. എല്ലാം സംഭവിക്കുന്നത് ജാതക ഗുണദോഷ പ്രകാരമാണ്. അപ്പോൾ വിവാഹ കാലതാമസം ഉണ്ടാക്കുന്ന ജാതക ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും വിവാഹം ചിന്തിക്കുമ്പോൾ 7ാം ഭാവവും വിവാഹകാരകനായ ശുക്രനെയും കൊണ്ടാണ് നമ്മളത് ചിന്തിക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുക, 7ാം ഭാവത്തിലേക്ക് പാപഗ്രഹം നോക്കുക, ശുക്രൻ പാപഗ്രഹ ദൃഷ്ടി യോഗാദികൾ ഉണ്ടാവുക, ശനിയെ പോലെയുള്ള പാപഗ്രഹങ്ങൾ ലഗ്നം 5, 7, 10 ഭാവങ്ങളിൽ നിൽക്കുക, 7ാം ഭാവാധിപൻ 6, 8, 12 മറഞ്ഞു നിൽക്കുക, ശുക്രനോ 7ാം ഭാവാധിപനോ നീചസ്ഥിതന്മാരായിട്ട് നിൽക്കുക, ശുക്രാൽ 7ൽ ശനി നിൽക്കുക, മറ്റു പാപഗ്രഹങ്ങൾ നിൽക്കുക, ലഗ്നാൽ 7ൽ വക്രബലവാനായി ശനി നിൽക്കുക, ശുക്രാൽ 7ൽ വക്രബലവാനായി ശനി നിൽക്കുക, ശുക്രനും 7ാം ഭാവാധിപനും നീചമോ മൗഢ്യമോ ഉണ്ടാവുക തുടങ്ങിയ ഘടകങ്ങളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ 7ാം ഭാവത്തിന് പാപഗ്രഹ മധ്യസ്ഥിതി വരിക, 7ാം ഭാവാധിപന് പാപഗ്രഹ മധ്യസ്ഥിതി വരിക, ശുക്രന് പാപഗ്രഹ മധ്യസ്ഥിതി വരിക, ശുക്രനും 7ാം ഭാവാധിപനും മൗഢ്യം ഉണ്ടായിരിക്കുക തുടങ്ങിയ ഗ്രഹയോഗ അവസ്ഥകളൊക്കെ വിവാഹം വൈകുന്നതിന് കാരണമായി തീരുന്നതാണ്. എങ്കിലും ഒരുപാട് വൈകുന്നതിന് ലഗ്നാലോ ശുക്രാലോ 7ലെ ശനി വക്രബലവാനായി നിൽക്കുന്നത് വിവാഹം വളരെയധികം താമസിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. ഇത് ഓരോ ജാതകങ്ങളിലും വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉള്ളത്. അത് ഓരോരുത്തരുടെയും ജാതകം വ്യക്തിപരമായി പരിശോധിച്ച് വേണമെങ്കിൽ പ്രശ്നചിന്തയും കൂടെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഇതിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപര ദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ.